അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. പൊസിഷൻ ഓഫ് വേർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ എ സർക്കിൾ. വൃത്തത്തിൽ ചതുർഭുജത്തിന്റെ ശീർഷകത്തിന്റെ സ്ഥാനം. എയും ബിയും സി ഡി ആർ വേർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ഒരു ചതുർഭുജത്തിന്റെ ശീർഷകങ്ങളായിട്ട് എടുക്കുക. നിങ്ങൾക്കിവിടെ 3 ചിത്രങ്ങൾ കാണാം. ആദ്യത്തെ ചിത്രത്തിലും എ ബി സി ഡി ക്വാഡ്രിലാറ്ററൽ ആണ്. രണ്ടാമത്തെ ചിത്രത്തിലും എ ബി സി ഡി ക്വാഡ്രിലാറ്ററൽ ആണ്. മൂന്നാമത്തെ ചിത്രത്തിലും എ ബി സി ഡി ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പം ആദ്യത്തെ സർക്കിൾ നോക്കുക. അതിൽ 4 പോയിന്റ്സും സർക്കിളിലാണ് ഉള്ളത്. രണ്ടാമത്തതിൽ 3 പോയിന്റ്സ് സർക്കിളിലും മറ്റേത് സർക്കിളിന്റെ പുറത്തുമാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ 3 പോയിന്റ്സും സർക്കിളില്, 4ാമത്തെ പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിലെ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ പറയാ സൈക്ലിക് എന്നാണ്. കാരണം അതിലെല്ലാ വേർട്ടീസസിലൂടെയുമാണ് സർക്കിൾ കടന്നു പോയിരിക്കുന്നത്. സോ സൈക്ലിക് ആണെങ്കിൽ നമുക്ക് കണ്ടീഷൻ അറിയാം, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ 3 എണ്ണത്തിലും വ്യത്യാസം വരുന്നത് ഡിന്റെ പൊസിഷനിൽ മാത്രമാണ്. എയും ബിയും സിയും സർക്കിളിലെ തന്നെ പോയിന്റാണ്. അപ്പൊ 3 പോയിന്റ്സ് സർക്കിളിൽ തന്നാൽ 4ാമത്തെ പോയിന്റിന്റെ സ്ഥാനം എവിടെയെന്ന് കണ്ടെത്താനാണ് നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നത്. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ ഡി ഈസ് ഓൺ ദ സർക്കിൾ. ഡി വൃത്തത്തിലാണ്. ബിയും ഡിയും കൂട്ടിയാൽ 180നേക്കാളും കുറവാണെങ്കിൽ, ലെസ് ദാൻ 180 ആണെങ്കിൽ ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഡി വൃത്തത്തിന് പുറത്താണ്. ആംഗിൾ ബിയും ഡിയും കൂടെ കൂട്ടിയാൽ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഡി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഡി വൃത്തത്തിനുള്ളിലാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. ഇതേപോലത്തെ റിസൾട്ട് നമ്മൾ ട്രയാങ്കിളിൽ ചെയ്തിരുന്നു. നമ്മൾ പഠിച്ച റിസൾട്ട് 2. ഇത് പഠിക്കുന്ന സമയത്ത് ഇത് റിസൾട്ട് 7 ആണ്. നിങ്ങൾ റിസൾട്ട് 2വുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണ് പഠിക്കാൻ പോകുന്നത്. റിസൾട്ട് 7, പൊസിഷൻ ഓഫ് വേർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ എ സർക്കിൾ. സോ ഏത് പോയിന്റിന്റെ പൊസിഷനാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സുമായിട്ട് ആ ആംഗിൾസ് കൂട്ടുക. കൂട്ടിയാൽ 180 കിട്ടിയാൽ ആ പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ്. കൂട്ടിയാൽ 180യേക്കാൾ കുറവാണെങ്കിൽ ആ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, വൃത്തത്തിന് പുറത്താണ്. കൂട്ടിയാൽ 180യേക്കാളും കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണ്, വൃത്തത്തിനുള്ളിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണിത്. ഒരു വീഡിയോയിലൂടെ നമുക്കത് കാണാം. പൊസിഷൻ ഓഫ് വേർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ എ സർക്കിൾ. ഇവിടെ നിങ്ങൾക്കൊരു ക്വാഡ്രിലാറ്ററൽ കാണാം, എ സി ബി ഡി. ഈ ക്വാഡ്രിലാറ്ററലിന്റെ 3 വേർട്ടീസസുകൾ എയും സിയും ഡിയും സർക്കിളിലാണ്. 4ാമത്തെ വേർട്ടെക്സ് ആയ ബിയുടെ സ്ഥാനമാണ് നമ്മൾ നോക്കുന്നത്. ബിയുടെ സ്ഥാനം കാണണമെങ്കിൽ ബിയിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കണം. അതിവിടെ മെഷർ ചെയ്തിട്ടുണ്ട്, 104 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലുള്ള ആംഗിൾ എ മെഷർ ചെയ്തിട്ടുണ്ട്, 102 ഡിഗ്രി. അത് രണ്ടും ആഡ് ചെയ്യുക. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 206 ഡിഗ്രി എന്നാണ്. ഇത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. So if angle A plus angle B is greater than 180 degree, vertex B is inside the circle. ഏത് വേർട്ടെക്സിന്റെ സ്ഥാനമാണോ നമ്മൾക്ക് അറിയേണ്ടത്, ആ വേർട്ടെക്സിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ വേർട്ടെക്സ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന്റെ ഉള്ളിൽ ആയിരിക്കും. നാലാമത്തെ വേർട്ടെക്സ് ആയ ബി സർക്കിളിൽ തന്നെയാണെങ്കിലോ, അപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എ സി ബി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. സോ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആകും. സോ ബിയുടെ സ്ഥാനമാണ് നമുക്ക് കാണേണ്ടത്. സോ ബിയിലെ ആംഗിൾ നോക്കുക.
ഇവിടെ അത് 78 ഡിഗ്രിയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് എയിലെ ആംഗിൾ 102 ഡിഗ്രിയാണ്. അത് രണ്ടും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. സോ ബി ഈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ എ സി ബി ഡിയിൽ എ സി ഡി സർക്കിളിലും വൃത്തത്തിൽ തന്നെയും ഡി എന്ന വേർട്ടെക്സ് വൃത്തത്തിന് പുറത്തുമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിയിലെ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 180യേക്കാൾ കുറവായിരിക്കും. If angle A plus angle B is less than 180 degree, vertex B is outside the circle. വൃത്തത്തിന് പുറത്തായിരിക്കും. സോ ഒരു ക്വാഡ്രിലാറ്ററലിലെ 3 വേർട്ടീസസുകളും സർക്കിളിലാവുകയും നാലാമത്തെ വേർട്ടെക്സിന്റെ സ്ഥാനം കാണുന്നതിന് വേണ്ടി ചോദിച്ചാൽ ആ വേർട്ടെക്സിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കുക, അത് രണ്ടും കൂട്ടുക. അത് രണ്ടും കൂട്ടുമ്പോൾ if angle A plus angle B is less than 180 degree, vertex B is outside the circle, equal to 180 degree, vertex is on the circle, greater than 180 degree, vertex is inside the circle. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ റിസൾട്ട് ഇതാണ്. റിസൾട്ട് 7. If one vertex of a quadrilateral is outside the circle drawn through the other 3 vertices, then the sum of the angles at this vertex and the opposite vertex is less than 180 degree. Less than 180 ആണെങ്കിൽ outside. Okay. If it is inside the circle, the sum is more than 180. More than 180 ആണെങ്കിൽ inside. Okay. ഒരു ചതുർഭുജത്തിന്റെ 3 മൂലകളിൽ കൂടി വരയ്ക്കുന്ന വൃത്തത്തിന് പുറത്താണ് 4ാമത്തെ മൂലയെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കുറവാണ്. അകത്താണെങ്കിൽ തുക 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. SSLC എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. SSLC മോഡൽ 2020 ചിത്രം നോക്കുക. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD, AB and CD are parallel. Angle A plus angle C is equal to 190 degree. A part. If a circle is drawn through A, B and D, where will be the position of C? Inside the circle, outside the circle, on the circle. If AD is equal to BC, then prove that a circle can be drawn through the points A, B, C and D. ചതുർഭുജം ABCDയിൽ AB, CD സമാന്തരമാണ്. കോൺ എ പ്ലസ് കോൺ സി 190 ഡിഗ്രി. എ ബി ഡി എന്നീ ബിന്ദുക്കളിലൂടെ ഒരു വൃത്തം വരച്ചാൽ സിയുടെ സ്ഥാനം എന്ത്? എ ഡി സമം ബി സി ആണെങ്കിൽ എ ബി സി ഡി എന്നീ ബിന്ദുക്കളിലൂടെ വൃത്തം വരയ്ക്കാൻ കഴിയും എന്ന് തെളിയിക്കുക. അപ്പൊ ഇവിടെ കാണുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ്? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എ ബിയും സി ഡിയും പാരലൽ ആണ്. നിങ്ങൾക്ക് കാണാം എ ഡിയും ബി സിയും പാരലൽ അല്ല. അപ്പോൾ ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും മറ്റേ ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് നോൺ പാരലലും ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 190 ഡിഗ്രിയാണ്. എ പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ എ ബി ആൻഡ് ടി, ഈ ക്വാഡ്രിലാറ്ററലിന്റെ 3 വേർട്ടീസസിലൂടെ പോകുന്ന സർക്കിളിൽ സിയുടെ സ്ഥാനം എന്താണെന്നാണ് ചോദിച്ചത്. വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് സി. അപ്പൊ നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 വേർട്ടെക്സും സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ 4ാമത്തെ വേർട്ടെക്സിന്റെ സ്ഥാനം കണ്ടെത്താൻ ആ വേർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സും തമ്മിൽ കൂട്ടും. അതെത്രയാണെന്ന് നോക്കും. 180 ഡിഗ്രിയുമായിട്ട് അതിന്റെ റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യും. സോ ആംഗിൾ സി പ്ലസ് ആംഗിൾ എ തന്നെയാണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. അത് നമുക്ക് തന്നിട്ടുണ്ട് 190 ഡിഗ്രി എന്ന്. അത് 180 ഡിഗ്രിയേക്കാൾ വലുതാണ്, ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ട് 7ൽ പഠിച്ചത് എന്താണ്? സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷനാണ് ശരി. ഉള്ളിലാണ്, വൃത്തത്തിനുള്ളിലാണ് സിയുടെ സ്ഥാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ഡിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ
Prove that a circle can be drawn through the points A, B, C and D. അപ്പം ഒരു ട്രപ്പീസിയം, ഇത് ട്രപ്പീസിയമാണ്, നമ്മൾ കണ്ടു, ലംബകമാണ്. അതില് നോൺ പാരലൽ ആയത്, സമാന്തരമല്ലാത്ത വശങ്ങളുടെ നീളം തുല്യമാണെങ്കിൽ ആ ട്രപ്പീസിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോസെൽസ് ട്രപ്പീസിയം, സമപാർശ്വ ലംബകം. ഓക്കെ, if AD is equal to BC, quadrilateral ABCD is an isosceles trapezium. അതൊരു ഐസോസെൽസ് ട്രപ്പീസിയമാണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഒരു സർക്കിൾ വരച്ചാൽ അത് ഈ 4 വേർട്ടക്സിലൂടെയും കടന്നു പോകും, എ ഡിയും ബി സി സെയിം ആണെങ്കിൽ. അപ്പൊ നമുക്കറിയാം ഐസോസെൽസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന്റെ 4 വേർട്ടിസസിലൂടെയും സർക്കിൾ കടന്നു പോകും. Since isosceles trapeziums are cyclic, സമപാർശ്വ ലംബകം ചക്രീയമായതിനാൽ a circle, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ എഴുതിയാൽ മതി. A circle can be drawn through the points A, B, C and D. ABCD ഒരു സമപാർശ്വ ലംബകമായതിനാൽ ABCD എന്നീ ബിന്ദുക്കളിലൂടെ വൃത്തം വരയ്ക്കാൻ കഴിയും. ഒരു SSLC ക്വസ്റ്റ്യൻ കൂടെ. ചിത്രം ശ്രദ്ധിക്കുക. In the figure, ABCD is a quadrilateral. If a circle is drawn through A, B and D, state the position of the point C as outside the circle, inside the circle or on the circle. Justify your answer. ചിത്രത്തിൽ ABCD ഒരു ചതുർഭുജമാണ്. ABD എന്നീ മൂലകളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചാൽ സി എന്ന മൂലയുടെ സ്ഥാനം വൃത്തത്തിന് പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ അതോ വൃത്തത്തിൽ തന്നെയോ എന്ന് സമർത്ഥിക്കുക. നമുക്ക് സിയുടെ പൊസിഷനാണ് കാണേണ്ടത്. സിയുടെ പൊസിഷൻ എത്രയാണെന്ന് അറിയണമെങ്കിൽ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ എത്രയാണെന്ന് തന്നിട്ടില്ല. ബി ആംഗിളും സി ആംഗിളും ഡി ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിലെ എല്ലാ ആംഗിൾസും തമ്മിൽ കൂട്ടിയാൽ 360 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. സോ നമുക്ക് എ എത്രയാന്ന് കാണാൻ കഴിയും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ടോട്ടൽ 360 ഡിഗ്രിയിൽ നിന്ന് മറ്റേത് 3 കുറച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 105 പ്ലസ് 115 പ്ലസ് 85 അത് കുറയ്ക്കും. ദാറ്റ് മീൻസ് 360യിൽ നിന്ന് ഇത് ഇത്രയും കൂട്ടിയാൽ എത്രയാ കിട്ടുക? 105ഉം 115ഉം കൂട്ടിയാൽ നമുക്ക് 220 കിട്ടും. 220ന്റെ കൂടെ 85 കൂട്ടിയാൽ 305 എന്ന് കിട്ടും. സോ 360യിൽ നിന്ന് 305 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 55 ഡിഗ്രി എന്നാണ് കിട്ടുക. സോ ആംഗിളെ നമ്മൾക്ക് കിട്ടുന്നത് 55 ഡിഗ്രി എന്നതാണ്. സോ ആംഗിളെ കിട്ടിക്കഴിഞ്ഞു. ആംഗിളെ 55 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് സിയുടെ പൊസിഷനാണ് കാണേണ്ടത്. ഏത് വേർട്ടെക്സിന്റെ ആണോ പൊസിഷൻ കാണേണ്ടത് ആ വേർട്ടെക്സിലുള്ള ആംഗിളിനെ അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലുള്ള ആംഗിളുമായിട്ട് കൂട്ടണം. അപ്പൊ സിയുടെ പൊസിഷൻ കാണണമെങ്കിൽ സിന്റെ ആംഗിളിനോട് കൂടി സിന്റെ ഓപ്പോസിറ്റ് ഉള്ള എന്റെ ആംഗിൾ കൂട്ടുക. അപ്പൊ എത്രയാ വരിക? ആംഗിൾ സി 115 ആണ്, ആംഗിൾ എ 55 ആണ്. അപ്പോൾ 115ഉം 55ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 170 എന്ന് കിട്ടും. ഈ 170 ഇപ്പോൾ കൂട്ടിയാൽ കിട്ടുന്ന ആ ആംഗിൾ മെഷറിനെ 180യുമായിട്ട് കമ്പയർ ചെയ്യണം. 180മായിട്ട് കമ്പയർ ചെയ്യണം. 180ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതലാണോ കുറവാണോ? കുറവാണ്. സോ ലെസ് ദാൻ 180 ഡിഗ്രി. അപ്പൊ ലെസ് ദാൻ 180 ഡിഗ്രി എന്ന് വരുമ്പോൾ സിയുടെ പൊസിഷൻ എവിടെയാണ്? സി ഈസ് outside the circle. C is outside the circle. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കുക. In the figure, angle AED is equal to 40 degree. Then which of the following can be the measure of angle ABC? 140 ഡിഗ്രി ആണോ
130 ഡിഗ്രി ആണോ 150 ആണോ വരിക 180 ആണോ വരിക എന്ന് കാണണം. Using the above measure of angle ABC, find the measures of angles of triangle EAD. ചിത്രത്തിൽ കോൺ AED 40 ഡിഗ്രി ആകുന്നു എങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കോൺ ABCയുടെ അളവാകാവുന്നത്? 140 ഡിഗ്രി, 130 ഡിഗ്രി, 150 ഡിഗ്രി, 180 ഡിഗ്രി. കോൺ ABCക്ക് മുകളിൽ കിട്ടിയ അളവ് ഉപയോഗിച്ചാൽ ത്രികോണം EADയുടെ കോണുകളുടെ അളവുകൾ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ ഇ എന്ന് പറഞ്ഞ ആംഗിളാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു വേർട്ടെക്സിന്റെ ക്വാഡ്രിലാറ്ററൽ ABCEയില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിന്റെ കോണളവ് എത്രയാകുമെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇ എന്ന് പറയുന്നത് സർക്കിളിന്റെ പുറത്തെ പോയിന്റ് ആണ്. അപ്പോൾ ഈ സർക്കിളിന്റെ പുറത്തെ പോയിന്റ് ആണെങ്കിൽ നമുക്കറിയാം ഇ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഒരു പോയിന്റ് ആ ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ക്വാഡ്രിലാറ്ററൽ ഏതാണ്? എ ബി. സർക്കിളിൽ വരുന്ന പോയിന്റ്സ് നോക്കിയാൽ മതി. എ ബി സി പിന്നെ ഇ. ആ ഡി അവിടെയുള്ള ഒരു പോയിന്റ് ആണ്. സർക്കിളിലെ സിഇ എന്ന ലൈനിലെ പോയിന്റ് ആണ്. അപ്പൊ ഡി പറയേണ്ട ആവശ്യമില്ല. സിഇ എന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇയും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് അതായത് ബിയും അതിലെ ആംഗിളും കൂടി എടുത്ത് കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണോ അതെന്തായിരിക്കണം? ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കണം. 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പൊ ഈ എത്രയാണ്? 40 ആണ്. അപ്പോൾ ആംഗിൾ ബി എത്രയായിരിക്കണം? 150 ഡിഗ്രിയിൽ കുറവ് വരണമെങ്കിൽ ഓപ്ഷൻസിൽ ഓരോന്ന് എടുക്കാം. 140 വന്നാലോ? 40 140 കൂട്ടിയാൽ ഈക്വൽ ടു 180. 180നേക്കാളും കുറവല്ല, 180 തുല്യമാണ്. അപ്പൊ 140 വരില്ലേ? 130 വന്നാലോ? 40 130 കൂടെ കൂട്ടിയാൽ 170. അത് ശരിയാണ്. 170 ഈസ് ലെസ് ദാൻ 180. ഇങ്ങനെ വന്നാൽ ലെസ് ദാൻ ആണ്, ചെറുത്. ഇവിടെ ഇടതുവശത്ത് എഴുതുന്നത് ചെറുതാണെന്ന് അർത്ഥം. ഇങ്ങനെ എഴുതിയാൽ ഇടതുവശത്ത് എഴുതുന്നത് വലുത്, ഗ്രേറ്റർ. ഓക്കെ, അപ്പം ഇത് ലെസ് ദാൻ 180, 180 ഡിഗ്രിയേക്കാൾ ചെറുതാണ്. ഓക്കെ, അപ്പൊ ആംഗിൾ ബി 130 വരുമ്പോൾ ശരിയാണ്, അത് 180നേക്കാൾ ചെറുതാണ്. 130 ശരിയാണ്. മറ്റതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. 150 വന്നിട്ടുണ്ടെങ്കിൽ 190 ആവും, ചെറുതല്ല. 180നേക്കാളും ചെറുതല്ല. 180 വന്നാലും 180നേക്കാളും ചെറുതല്ല. സോ ആൻസർ ഏതാ വരിക? 130. ദിസ് ഇംപ്ലൈസ് ആംഗിൾ ബി ക്യാൻ ബി എത്രയാവാൻ തന്ന ഓപ്ഷൻ അനുസരിച്ച് 130 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ മെഷർ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ മെഷർമെന്റ് ആംഗിൾ ബിക്ക് 130 ഡിഗ്രി എടുത്തിട്ട് ട്രയാങ്കിൾ EADയുടെ ആംഗിൾസ് കാണാനാണ് പറഞ്ഞത്. ട്രയാങ്കിൾ EAD പി ഓൾറെഡി തന്നിട്ടുണ്ട്. എ എത്രയാന്ന് കാണണം, ഡി എത്രയാന്ന് കാണണം. അപ്പൊ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, നമുക്ക് കാണേണ്ട ഡി എന്ന് പറയുന്നത് ഔട്ടർ ആംഗിൾ ആണ്. ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിൾ ആണ്. അവിടെ നമ്മൾ ഇ ഒഴിവാക്കി ABCD എന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്താൽ ഡി ഔട്ടർ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മൾ കൺസിഡർ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം ABCD, ചതുർഭുജം ABCDയെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലിന്റെ ഡി എന്ന വേർട്ടെക്സിന് പുറത്തുള്ള ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ ADE is an outer angle at the vertex D of quadrilateral ചതുർഭുജം ABCയുടെ ഡി എന്ന മൂലയിലുള്ള പുറംകോണാണ് കോൺ ADE. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഡി എന്ന വേർട്ടെക്സിലെ പുറംകോൺ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിന്റെ അകക്കോണിന് തുല്യമാണ്.
the outer angle at the vertex D is equal to the inner angle of its opposite vertex. അപ്പൊ ഡിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണ്? ബി ആണ്. സോ ബിന്റെ ഇന്നർ ആംഗിൾ ഡിന്റെ ഔട്ടർ ആംഗിളിന് തുല്യമാണ്. സോ ഈ ആംഗിൾ എത്ര തന്നെയാ വരിക? 130 ആണ്. ഈ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. 40 130 കൂട്ടിയാൽ 170 ആയി. അപ്പൊ ബാക്കി എത്രയാണ്? 10 ഡിഗ്രിയാണ് ഇത് വരും. ഓക്കെ. Therefore, in triangle EAD, angle E is equal to 40 degree given angle D is equal to 130 degree. Reason എന്താണ്? Outer angle at D is equal to inner angle at B. അപ്പോൾ ആ റിസൾട്ട് അറിയുന്ന കുട്ടിക്ക് മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. സോ ആകെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഞാൻ പറഞ്ഞു. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി, എതിർക്കോണുകൾ അനുപൂരകങ്ങളാണെന്നുള്ള റിസൾട്ട് ഉണ്ട്. കൂടാതെ നമ്മൾ റിസൾട്ടായിട്ട് എഴുതിയിട്ടില്ല എങ്കിലും ഈ ഔട്ടർ ആംഗിളിന്റെയും ഇന്നർ ആംഗിളിന്റെയും റിസൾട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ആ റിസൾട്ടും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. Therefore, angle A 10 degree.